ചേട്ടാ തട്ട് 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 പെട്ടെന്ന് തട്ട് എങ്കിലേ പറ്റൂ, എനിക്ക് വീഡിയോ എടുക്കുകയാണ്, പെട്ടെന്ന് തട്ട്, കൈ കഴക്കണം, പെട്ടെന്ന് തട്ട്. ഹായ്, ഞാൻ അപ്സ കേറജി, നിങ്ങൾക്ക് അറിയായിരിക്കും. എടേ, ഞാനും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയത് എൻ്റെ വീട്ടിലോട്ട് അരി മേടിക്കാൻ തന്നെയാ ചെയ്തില്ലെന്ന്. നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ ഇല്ലയെന്ന്? ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ്സ് വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞാൻ അയാൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പൂക്കി പിള്ളേരുടെ കാര്യം, എല്ലാ പൂക്കികളും അല്ല കേട്ടാ, ചില പൂക്കി പിള്ളേരുടെ കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കുക. കുറേ കാര്യങ്ങളുണ്ട് സംസാരിക്കും. കുറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ എന്ത് തരം ബാഡ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നതെന്നടക്കം നമുക്ക് സംസാരിക്കാനുണ്ട്. അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കില്ല. മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഇത്തരം ആൾക്കാരെ എക്സ്പോസ് ചെയ്യുക. നാളെ റിയൽ ആയിട്ടൊരു പെൺകുട്ടി ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയാൽ കൂടി അവള് വരെ അത് പറയാൻ മടിക്കുന്ന ഒരു രീതിയിലോട്ട് പോകും. ഈ നാളെ ഞാനും ഇത് പറഞ്ഞ് പുറത്ത് വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിച്ച് അത് ചിലപ്പോൾ നാട്ടുകാർ നീ റീച്ചിന് വേണ്ടി ചെയ്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വരുമോ എന്ന് വരെ പെൺകുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്ന സമയത്ത് നാളെ എന്റെയോ നിങ്ങളുടെയോ അമ്മയോ പെങ്ങളോ ഭാര്യയൊക്കെ ഇതുപോലത്തെ ഒരു അവസ്ഥ ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവർ പുറത്തു പറയാൻ പേടിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇത്തരം പിള്ളേര് റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കോപ്രായങ്ങളും പേക്കൂത്തുകളും കാണിച്ചു കൂട്ടുന്ന സമയത്ത് അപ്സ കേറജി എന്നാണ് പെൺകുട്ടിയുടെ പേര്. 105 പോസ്റ്റ് ഉണ്ട്, 110 അങ്ങോട്ട് ഫോളോയിങ്, 14,800 ഇങ്ങോട്ട് ഫോളോയിങ്. ഈ 14,800 എന്നുള്ളത് ദയവ് ചെയ്തിട്ട് കാണുന്നവരൊക്കെ നിങ്ങൾ ആരെങ്കിലും നേരത്തെ ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോയിട്ട് അൺഫോളോ ചെയ്യുക. ഇത്തരം ആൾക്കാരെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. നമ്മുടെ ബയോയിൽ കൊടുത്തിട്ടുള്ള ഹായ് ക്രിയേറ്റിംഗ് മൈ വേ ഔട്ട് ഓഫ് മൈ കംഫോർട്ട് ടു സൂട്ട് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റൊക്കെ അടിച്ച് നിരത്തിയിട്ടുണ്ട്. എല്ലാവരും വിഷയം അറിഞ്ഞാണ്. ഞാൻ ഈ സൈഡിൽ ഈ ഫോട്ടോ കൊടുക്കാം. ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയാണ് ഈ അപ്സ കേറജി എന്ന് പറയുന്ന പെൺകുട്ടി. തന്തയുടെ പേരിന് വരെ മാനക്കേടുണ്ടാക്കി വെച്ചിരിക്കുകയാണ് കൊച്ചിന്റെ ഇപ്പുറത്തിരിക്കുന്ന ചേട്ടൻ കൊച്ചിനെ മോശമായിട്ട് ഞോണ്ടി എന്നാണ് കൊച്ചിന്റെ പരാതി. കൊച്ചൊരു വീഡിയോ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഉടനീളം ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 25 അങ്ങനെയാണെങ്കിൽ അങ്ങനെ കാര്യം നോക്കി വേറെ എവിടെ വായുമ്പളം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കൊച്ചാണെങ്കിൽ ചുമ്മാ ഇരുന്നും കൊണ്ട് ഇന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്ത് അങ്ങേരെ താഴ്ത്തിക്കെട്ടാനായിട്ട് ശ്രമിച്ചു. അങ്ങേരെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. കൊച്ചു ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ നൈസായിട്ട് എടുത്തിട്ട് അങ്ങേരെ ഫേസും ബ്ലർ ചെയ്തിട്ട് കൊച്ചു നൈസായിട്ട് ഒരു കണ്ടന്റ് അടിച്ചിട്ട് അങ്ങേർക്ക് കുടുംബമുള്ളതുണ്ട്, കുട്ടികളുണ്ട്, കൊളന്റെ ഇറുക്ക്, അതുകൊണ്ടാണ് ഞാൻ ഫേസ് കാണിക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഈ പുന്നാര പൂങ്കൊടി പൂക്കി മോള് അങ്ങനെ ഒരു പരിപാടി അങ്ങ് ചെയ്ത് ഏത് അങ്ങനത്തെ പരിപാടി. എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് കൊച്ച് ഭയങ്കരമായിട്ടിരുന്ന് വീഡിയോ എടുക്കുകയാണ്. തള്ള ചേട്ട എന്നെ ഞോണ്ടണ തട്ടണം. അങ്ങേര് ഒരു തേങ്ങയും ചെയ്തിട്ടില്ല. ഈ വീഡിയോ എല്ലാവരും കണ്ടു കാണും. അങ്ങേര് ഒരു തേങ്ങയും ചെയ്യുന്നില്ല. അങ്ങനെ മര്യാദയ്ക്ക് സാധാരണ ഒരാളെങ്ങനെ ബസ്സിൽ നിന്ന് യാത്ര ചെയ്യും അതുപോലെ ഇരുന്ന് യാത്ര ചെയ്ത് പോകുന്നുണ്ട്. ഈ മോള് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂക്കി മോള് ഏത് മോള് പൂക്കി മോളുടെ പറച്ചിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ കയറി ആ സെറ്റപ്പിലാണ് ഈ പൂക്കി മോള് സംസാരിക്കുന്നത്. പൂക്കി മോക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിച്ച പരിപാടിയാണ്. നാട്ടുകാർ എടുത്തങ്ങ് പഞ്ഞിക്കിട്ട് പൊങ്കാലിട്ട് അടിച്ച് നിരത്തി ഒട്ടിച്ചങ്ങ് വെച്ചിട്ടുണ്ട്. എന്തായാലും പൂക്കി മോൾ ഈ വീഡിയോ ഇട്ടിട്ട് കൊടുത്തിട്ടുള്ള ടൈറ്റിൽ കൊടുക്കാം. നിങ്ങൾ ആ ഫോട്ടോ ശ്രദ്ധിക്കും. ഈ കൈ അങ്ങേര് പിന്നെ എവിടെ എടുത്ത് വെക്കണോ? ഒന്നിനി കൈ വെട്ടിയെടുത്ത് അപ്പുറത്തിരുന്നോ? ഇവളെന്നാ മോളെ പൂക്കി മോളെ. എന്തായാലും പൂക്കി മോള് കൊടുത്തിട്ടുള്ള ടൈറ്റിൽ ഞാൻ ഒന്ന് വായിക്കാം. ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ പൂക്കി മോള് വേറെ ലെവലാണ്. അമ്മാതിരി ലെവലിലാണ് പൂക്കി മോള് നിൽക്കുന്ന ഒരു ലെവൽ കണ്ട നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും പൂക്കി മോളുടെ ടൈറ്റിൽ ഐശ്വര്യമായിട്ട് നമുക്ക് വായിച്ചുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് തുടക്കം കുറിക്കാം സുഹൃത്തുക്കളെ. പൂക്കി മോളുടെ ടൈറ്റിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാനുള്ള ആകാംക്ഷയാണെന്ന് എനിക്ക് മനസ്സിലായി. പൂക്കി മോളുടെ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ പൂക്കി മോളെ നമുക്ക് എടുത്ത് വെച്ച് ഉരയ്ക്കാനായിട്ട് തോന്നും. അമ്മാതിരി ഒരു ടൈറ്റിലേക്ക് അടിച്ചാണ് പൂക്കി മോൾ ഇവിടെ വച്ചിട്ടുള്ള. ഇതുപോലുള്ള ആ ഒരു സാധനങ്ങൾ ദയവ് ചെയ്ത് ഒരു മനുഷ്യൻ സപ്പോർട്ട് ചെയ്യലും. ഞാൻ ടൈറ്റിൽ വായിച്ചു തരാം. കൊട്ടാരക്കരയാണ് സംഭവം. കൊല്ലം KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്കുണ്ടായ മോശം അനുഭവം. ഏകദേശം 40-50 വയസ്സിനിടയിൽ പ്രായമായ ഈ വ്യക്തി മറ്റു സീറ്റുകൾ ഒഴിഞ്ഞു കിടന്നിട്ടും എൻ്റെ അടുത്ത് വന്നിരുന്ന നല്ല സ്പേസ് ഉണ്ടായിട്ടും മുട്ടി ഉരുമി ഇരുന്നപ്പോൾ തന്നെ ഞാൻ ഒതുങ്ങിയിരിക്കുകയായിരുന്നു. എന്റെ പൊന്നു മോളെ, നീ ഒതുങ്ങിയിരിക്കുന്നതാണ്. നിന്റെ കൈയും എടുത്ത് പൊക്കി പിടിച്ചോണ്ട് നീ ഇരിക്കുന്നത്. ഇതാണോ നിന്റെ ഒതുങ്ങിയിരിപ്പ്? സാധാരണ നമ്മൾ ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കും അല്ലേ? ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിൽ ഒതുങ്ങി ഇങ്ങനെ മാറിയിരിക്കും. ഇത് ചേട്ടാ തട്ട് 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 പെട്ടെന്ന് തട്ട് എങ്കിലേ പറ്റൂ, എനിക്ക് വീഡിയോ എടുക്കുകയാണ്, പെട്ടെന്ന് തട്ട്, കൈ കഴക്കണം, പെട്ടെന്ന് തട്ട്. ഈ സെറ്റപ്പിലാണ് മോളെ നീ ഇരിക്കുന്നത്.
നിന്നെ ഞാൻ വെറുതെ വിട്ടതാണ്. നിന്റെ 2 എക്സ്പ്ലനേഷൻ കണ്ടപ്പം എനിക്ക് വീണ്ടും ചൊറിഞ്ഞു വന്നു. ബാക്കി ഇപ്പം വായിച്ചു തരാം. ഓക്കെ, എവിടെ എത്തി? നമ്മൾ എത്തിയെടുത്തൊന്ന് തുടങ്ങാം. എൻ്റെ അടുത്ത് വന്നിരുന്നു. നല്ല സ്പേസ് ഉണ്ടായിട്ടും മുട്ടി ഒരുമിയിരുന്നപ്പോൾ തന്നെ ഞാൻ ഒതുങ്ങിയിരിക്കുകയായിരുന്നു. നീ എവിടെ ഒതുങ്ങിയിരുന്നെന്നാണ് പുന്നാര പൂമുറ്റത്തെ പൂക്കി മോളെ. എന്നിട്ട് വീണ്ടും അയാൾ അറിയാത്ത ഭാവത്തിൽ എൻ്റെ ദേഹത്ത് തൊട്ടു തന്നെ ഇരിക്കാൻ നോക്കുകയായിരുന്നു. മെലിഞ്ഞ ശരീരമായിട്ടും അയാൾ മാക്സിമം എന്നെ ഞെരുക്കി ഇരുത്താൻ നോക്കി. എന്റെ പുന്നാര മോളെ, ഇതിലെവിടെയാണെങ്കിൽ നിന്നെ ഞെരുക്കി ഇരുത്താൻ നോക്കി. നീ വിടർന്നിരുന്ന് കൊടുത്തിട്ട് കൈയും വെച്ച് കൊടുത്ത് ചേട്ടാ തട്ട്, ചേട്ടാ ചട്ട്, എനിക്ക് എങ്കിലും വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, ചേട്ടാ പെട്ടെന്ന് തട്ട്. ഈ സെറ്റപ്പിൽ ഇരുന്ന പുന്നാര മോളെ നീയാ, അങ്ങേരല്ല. എന്നിട്ട് ഞാൻ മറ്റേടത്ത് ഓർത്താണ്. അത്രയും അൺകംഫർട്ടബിൾ ആയപ്പോൾ തെളിവിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുത്തത്. കണ്ടാൽ വെറും മാന്യനാണ്, എന്നാൽ കയ്യിലിരിപ്പ് നല്ലതല്ല. അതെ, നിന്നെ കണ്ട നല്ല മാന്യതയായിട്ട് തോന്നും, പക്ഷെ നിന്റെ കയ്യിലിരിപ്പ് വെടലയാണ് മോളെ, പൂക്കി മോളെ. നീ വെറും വെടല പൂക്കി മോളെ തന്നെ. അയാൾ മനഃപൂർവ്വം ദേഹത്ത് കൈവച്ചത് ആണെന്ന് അവസാനം നോക്കിയാൽ മനസ്സിലാവും. പിന്നെ നമ്മളെ ഫുള്ളിരുന്ന് നോക്കി, അതിന്റെ അപ്പുറം ഉണ്ടെങ്കിൽ ഇനിയും നോക്കാന്ന് പറഞ്ഞ് നോക്കി, എന്നിട്ട് ഒന്നും കണ്ടില്ല പൂക്കി മോളെ. പൂക്കി മോളെ ഏറലാണ്, കുഴപ്പമില്ല. മുൻപും ഇത്തരം അനുഭവം ഉണ്ടായിട്ടും തെളിവില്ലാത്തതിനാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ആദ്യമേ വീഡിയോ എടുത്ത് വച്ചു. ഞാൻ കാരണം ഒരാളുടെ കുടുംബം തകരണ്ടല്ലോ എന്ന് കരുതിയാണ് മുഖം മറച്ചിരിക്കുന്നത്. മുൻപും ഇത്തരം അനുഭവം ഉണ്ടായിട്ടും തെളിവില്ലാത്തതിനാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഓക്കെ, മുൻപ് ഇതേ അനുഭവം മോക്കുണ്ടായിരുന്നു, പക്ഷെ തെളിവില്ലാത്തതുകൊണ്ട് മോക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ തെളിവുണ്ടായിട്ട് മോൾ എന്താണ് ചെയ്തത്? എന്താണ് ചെയ്തത്? നീ എന്തെങ്കിലും ചെയ്താ? ഇപ്പോ നീ ഒരു തേങ്ങയും ചെയ്തില്ല. നീ ചെയ്തെന്താ? ആ വീഡിയോ എടുത്തിട്ട് അയാളുടെ ഫേസും ബ്ലർ ചെയ്തിട്ട് എടുത്ത് അപ്ലോഡ് ചെയ്ത് നീ റീച്ച് ഉണ്ടാക്കി. എന്തായാലും നാട്ടുകാര് പൊട്ടന്മാരല്ലാത്തോണ്ട് നിന്റെ ഉടായ്പ മനസ്സിലാക്കി നിന്നെ പൂരത്തള്ളക്കി വിളിച്ചു. ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ. പൂക്കി മോളുടെയൊക്കെ ഓരോ അവസ്ഥ. നിനക്ക് ഉളുപ്പുണ്ടാ. ജെന്യുവനായിട്ട് കണ്ടന്റ് ചെയ്ത് റീച്ചാക്കി കൊണ്ടുവരാൻ നോക്കുക, അല്ലാണ്ട് ഇങ്ങനത്തെ ഉടായ്പിലൂടെയല്ല. പിന്നെ നീ പറയുന്നു അയാൾക്ക് കുടുംബമുണ്ടെന്ന്. നിന്നെ വെറും മോശമായിട്ട് നിന്റെ അടുത്ത് പെരുമാറിയ ഒരു വ്യക്തി, അല്ലെങ്കിൽ നിന്നെ നാളെ പീഡിപ്പിച്ചെന്ന് വെച്ചോ, അങ്ങനെ നിന്റെ അടുത്ത് അത്രയും ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്തൊരു വ്യക്തിക്ക് കുടുംബമുണ്ടെന്ന് നീ ആലോചിച്ച് നീ അങ്ങേരുടെ ഫേസ് ബ്ലർ ചെയ്തല്ലേ? കൊള്ളാം. നിന്റെ അടുത്ത് ഇത്രയും ചീപ്പായിട്ട് ഇത്രയും വെറും മോശമായിട്ട് പെരുമാറിയ ഒരു വ്യക്തിയെ നീ സേവ് ചെയ്തല്ലേ? നീ സേവ് ചെയ്ത് അങ്ങേരെ മറ്റേ ഇരുത്തിയല്ലേ? കൊള്ളാം. നല്ല ഒന്നാം തരം പൂക്കി മോളാടി നീ. പക്ഷെ എന്റെ പൊന്നടാവേ, എന്തോന്നൊക്കെ പിള്ളേർ ഈ നാട്ടിലിപ്പോ റീച്ചിന് വേണ്ടിയിട്ട് കാണിക്കുന്ന. സ്വന്തം തന്തേ വരെ വേണമെങ്കിൽ നാളെ പിടിച്ച് റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമെന്നാണ് ആൾക്കാർ കമന്റിൽ പറയുന്നത്. അതിൽ ഒരു തെറ്റുമില്ല. ഇങ്ങനത്തെ പിള്ളേരെ എങ്ങനെ വിശ്വസിക്കും? ഇവളെയൊക്കെ അടുത്ത് പോയിട്ട് ഇനി ആണുങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ? ഇനിയിപ്പോ ബസ്സിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ പെണ്ണുങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് ഒന്ന് തളർന്ന് വീഴാൻ പോയി കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതിനേക്കാളും തളർന്ന് വീഴുന്ന കുഴഞ്ഞു വീഴും ജാവണാണ് നല്ലത്. കാരണം ഇങ്ങനെ നാറാൻ പറ്റൂലല്ലോ, നാറൂലല്ലോ. അതിനേക്കാളും തളർന്ന് കുഴഞ്ഞു വീഴും ജാവുന്നതായിരിക്കും നല്ലത്, ബെറ്റർ ഓപ്ഷൻ. ഇത്രയും നാറ്റക്കേസ് ആവൂലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. എന്തായാലും പിള്ളേരുടെയൊക്കെ ഓരോരോ തലയിൽ ഉദിക്കുന്ന കണ്ടന്റ് ക്രിയേഷന്റെ റീച്ച് ഉണ്ടാക്കാനുള്ള ഒരു തലയെ കാഞ്ഞ ബുദ്ധി നിനക്കൊക്കെ ഒരു അവാർഡ് തന്നെ എടുത്ത് തരണം. ഓരോന്നൊക്കെ ഇറങ്ങിക്കോളും കുറ്റിയും പറിച്ചുകൊണ്ട്. അങ്ങേർക്ക് കുടുംബമുള്ളതുകൊണ്ട് ഞാൻ അങ്ങേരെ സേവ് ചെയ്തെന്ന്. പിന്നെ ഏതെങ്കിലും പെൺകുട്ടികൾ തൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയ ഒരു വ്യക്തിയുടെ ഫേസ് ബ്ലർ ചെയ്തിട്ട് ഇങ്ങനത്തെ പരിപാടി ചെയ്യൂ? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവളുടെ ഉദ്ദേശം തന്നെ വേറെ എന്നേ ഞാൻ പറയത്തുള്ളൂ. നല്ലൊരു ഇന്റൻഷനോട് ഒരാൾ ഇങ്ങനെ വൃത്തിയിട്ട രീതിയിൽ മോശമായിട്ട് പെരുമാറിയതിനു ശേഷം അയാളെ എക്സ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റീച്ചിന് വേണ്ടി അല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഫേസ് കാണിക്കണം. അല്ലാത്ത പക്ഷം റീച്ചിന് വേണ്ടിയിട്ട് വെറുതെ ജസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി മോശമായിട്ട് പോലും പെരുമാറിയില്ല. അതിനു മുന്നേ അതൊരു കണ്ടന്റ് ആക്കി അങ്ങേരെ ഫേസും ബ്ലർ ചെയ്തിട്ട് അങ്ങേർക്ക് കുടുംബം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാത്തത്. കുടുംബം ഉണ്ടെങ്കിൽ പിന്നെ അങ്ങേരെ വീട്ടിൽ കൂടി കയറി പോയിട്ട് കഞ്ഞിയും കുടിച്ചിട്ട് വീട്ടിൽ തിരിച്ചു പോകാത്തത്. കുടുംബം ഉണ്ടെന്ന് അങ്ങേർക്ക്. എൻ്റെ പുന്നാര മോളെ, നിനക്കൊക്കെ ഉളുപ്പില്ലേ ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട്? നാളെ റിയലായിട്ട് ഏതെങ്കിലും പെൺകുട്ടികൾ ഇതുപോലെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ട് അവൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ നീ മറ്റവളെ പോലെയല്ലേ ഉടായിപ്പ് കണ്ടന്റിന് വേണ്ടിയിട്ട് എന്ന് പറയും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിന്നെയൊക്കെ പോലുള്ള സാധനങ്ങൾ എടുത്തു തുടങ്ങി, അല്ലെങ്കിൽ ഉപയോഗിച്ചു തുടങ്ങി. സ്ത്രീ എന്ന പ്രിവിലേജ് ഉണ്ട്. ആ പ്രിവിലേജിനെ മിസ്യൂസ് ചെയ്യുന്ന നിന്നെയൊക്കെ പോലെയുള്ള ഓരോരുത്തരാണെന്ന് ഞാൻ പറയത്തുള്ളൂ. നാണവും മാനവും ഉളുപ്പും ഇല്ലാത്ത നിന്നെയൊക്കെ പോലെയുള്ള കുറെ വർഗ്ഗങ്ങൾ എന്ന് പറയേണ്ടി വരും. ആ സിറ്റുവേഷനിലോട്ട് നീയൊക്കെ തന്നെയാണ് കൊണ്ടെത്തിക്കുന്നത്. ഇങ്ങനെ ഉളുപ്പില്ലാതെ മനുഷ്യന്മാരാകരുത്. ഇതിൽ അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറയുന്നവരോട് ശ്രദ്ധിച്ചു നോക്കുക. അയാളുടെ കൈ എൻ്റെ വയറിന്റെ ഭാഗത്താണ്. ബ്ലാക്ക് ഡ്രസ്സ് ആയതുകൊണ്ട് മുടി മുൻപിലോട്ട് ഇട്ടത് കൊണ്ടുമാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്. എൻ്റെ പുന്നാര മോളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അങ്ങേരെ കൈ നിന്റെ ഇവിടെ ഇരിക്കുന്നുണ്ട്, നിന്റെ അടുത്ത് ചേർന്നാണ് ഇരിക്കുന്നത്. പക്ഷെ അങ്ങേർക്ക് തട്ടാൻ വേണ്ടിയിട്ട് കൈ പൊക്കി വെച്ചു കൊടുക്കുന്നതാണോ നിന്റെ ഈ എത്തിക്സ്? കൈ ഇങ്ങനെ പൊക്കി വെച്ചു കൊടുത്തിരിക്കുകയാണ്. കാരണം തട്ടിയാലേ വീഡിയോയിൽ കയറത്തുള്ളൂ. എങ്ങനെയെങ്കിലും അങ്ങേരെ കൈ ഒന്ന് ഇങ്ങോട്ടായി തട്ടണം.
ഒരു തട്ട് കെട്ടി കഴിഞ്ഞാൽ വീഡിയോ കയറും. എന്റെ പൊന്നും മക്കളെ, അയ്യോ അയ്യോ, നാളെ ചിലപ്പോ നീ എന്റെ പേരിൽ കൊണ്ട് കേസ് കൊടുക്കും. ആ മിടുക്ക് അങ്ങേരെ പേരിൽ കേസ് കൊടുക്കാൻ കാണിക്കും കേട്ടാ. നിന്നെ തട്ടിയെന്ന് പറഞ്ഞില്ലേ വ്യക്തി, നിന്നെ അത്രയ്ക്ക് മോശമായിട്ട് പെരുമാറി നിന്നെ അങ്ങ് വെട്ടി വീഴ്ത്തിയെന്ന് പറഞ്ഞില്ലേ, ആ വ്യക്തിക്കെതിരെ നീ ചുണേണ്ട കേസ് കൊടുക്കും. കാരണം അത് തെളിയണമല്ലോ. പിന്നെ നീ തട്ടിയോ ഇല്ലേന്ന് ജനങ്ങൾ വ്യക്തമായിട്ട് കണ്ട്. നീ അങ്ങേരെ തട്ടാൻ ശ്രമിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് ആ വീഡിയോ കണ്ട സമയത്ത്. നീ അങ്ങേരെ തട്ടാൻ ശ്രമിച്ച പോലെ. അങ്ങേരെ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല, ഒരു തെറ്റും അങ്ങേരെ ചെയ്തിട്ടില്ല. വെറുതെ ഇരിക്കുന്നു. സാധാരണ ഒരു യാത്രക്കാരൻ ബസ്സിൽ കയറി എങ്ങനെ ഇരിക്കും അതുപോലെയാണ് അങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ നീ കൈ വരെ പൊക്കി വെച്ച് കൊടുത്തു. എനിക്ക് ഇതിന്റെ അപ്പുറം ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മോള് കരയും കേട്ടാ. ഇനി ഇതിനൊക്കെ ശേഷം പൂക്കി മോള് എക്സ്പ്ലനേഷനായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതാണ് കോമഡി. എന്റെ പൊന്നളിയന്മാർ, ആ കോമഡി നിങ്ങളൊന്ന് കാണണം കേട്ടോ. നിങ്ങൾ കണ്ടേ പോ. ഓ പിന്നെ നമുക്ക് തന്നെ മറക്കാൻ പറ്റുമോ? നല്ലപോലെ ഓർമ്മയുണ്ട്. അപ്സൊക്കെ പറ, റീച്ച് കിട്ടിയോ മോൾ? ആഗ്രഹിച്ചല്ലോ, നല്ല റീച്ച് കിട്ടിയോ? വെച്ച് കൊണ്ടാട്. നിങ്ങൾ എന്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓഹോ, ലൈഫിൽ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്ത പെൺകുട്ടികൾക്ക് മാത്രമേ റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഇതുപോലെ ഉടായ്പ കാണിച്ച പെൺകുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റൂ? എന്റെ പൊന്നുമോളെ, ഇതുപോലെ ഒരുപാട് ന്യൂസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നീ വന്നിരുന്ന് ഈ കാണിച്ച റീച്ചിന് വേണ്ടി ഉണ്ടാക്കിയ ഈ സാധനമില്ലേ, ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പൊ വന്നിരുന്ന് നീ ന്യായീകരിച്ച് മെഴുകും. നീ ഒരിക്കലും നീ തെറ്റ് ചെയ്തെന്നോ നീ കള്ളം പറഞ്ഞതാണോ റീച്ചിന് വേണ്ടി ചെയ്തതാണോ എന്ന് നീ പറയത്തില്ല. പകരം ഏറിക്കറിയ സ്ഥിതിക്ക് അതിനെ പല രീതിയിലും വളച്ചൊടിച്ച് ന്യായീകരിച്ച് മെഴുകാനായിട്ട് നീ ശ്രമിക്കും കേട്ടാ. തക്കുടു വാവേ. ഞാൻ എന്റെ ലൈഫിൽ നടന്നൊരു റിയൽ ഇൻസിഡന്റ് വീഡിയോ ആയിട്ട് കാണിച്ചു. അതിന്റെ കമന്റ്സിൽ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാ, ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞ് കുറെ കമന്റ്സ്. നീ റീച്ചിന് വേണ്ടിയിട്ട് ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് തന്നെയാണോ ചെയ്തത്? നീ ആ വീഡിയോ 2 പ്രാവശ്യം അപ്ലോഡ് ചെയ്ത്, അതായത് ആദ്യം ഒരിക്കൽ അപ്ലോഡ് ചെയ്ത് വീണ്ടും ഒരു ഇംഗ്ലീഷ് ടൈറ്റിലൊക്കെ കയറ്റി വെച്ചിട്ട് വീണ്ടും റീ അപ്ലോഡ് ചെയ്ത്. എന്തിന്? റീച്ചിന് വേണ്ടിയല്ലേ. ആദ്യത്തെ വീഡിയോ ഓടിയപ്പോൾ നിനക്ക് മനസ്സിലായി ഇനി ഇതിട്ടാലും ഓടും എന്ന് പറഞ്ഞുകൊണ്ട് നീ വീണ്ടും ആ വീഡിയോ റീ അപ്ലോഡ് ചെയ്തു. നീ പുന്നാറ് ജെറുക്കെട്ട് മോളാണേ. നീ കൂടുതലും മെഴുകല്ലേ. നമ്മളെ കുറെ കാലം അതിൻ്റെ അകത്ത് കിടന്ന് കിട്ടാൻ തുടങ്ങിയിട്ട് നമുക്കറിയാം ഓരോന്നൊക്കെ എങ്ങോട്ടാണ് എന്തിനാണ് ചാടുന്നതെന്ന്. അതുകൊണ്ട് റീച്ചിന് വേണ്ടിയിട്ടാണോ അല്ലാണ്ടാണോ നീ ഉണ്ടാക്കിയെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി. 2 പ്രാവശ്യം നീ എന്തിനാ വീഡിയോ അപ്ലോഡ് ചെയ്തു? അത് തന്നെ നീ റീച്ചിന് വേണ്ടി ഉണ്ടാക്കിയൊരു പരിപാടിയാണെന്ന് മനസ്സിലാവും കേട്ടോ. നീ കൂടുതലും മെഴുകല്ലേ. ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറെ പേരുണ്ടല്ലോ, അവരെന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു. നിന്റെ അടുത്ത് എന്തിനു ചോദിക്കണം? നീ തന്നെ അതിൽ ഫുൾ എഴുതി വെച്ചിട്ടില്ലേ? അതിലൊരു സത്യവും ഇല്ലെന്ന് ആ വീഡിയോ കണ്ട സമയത്ത് നമുക്ക് മനസ്സിലായി. പിന്നെ അതുകൊണ്ട് നിന്റെ അടുത്ത് ഇനി ചോദിക്കേണ്ടതിന്? നിന്റെ അടുത്ത് എന്ത് ചോദിക്കണം? നീ ഫുൾ ഉടായ്പാണ് കാണിച്ചതെന്ന് ആ വീഡിയോ കണ്ട സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലായി. അതുകൊണ്ട് നിന്റെ അടുത്ത് ചോദിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല, ഒരു കാര്യവും നമുക്കില്ല. പിന്നെ നിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റിയിരിക്കുന്നു. ഉടായ്പകളും കാണിച്ചിട്ട് നിന്റെ അടുത്ത് ഇനി വന്ന് ചോദിക്കണം. നിന്റെ മെഴുകൽ ഇതുപോലെ നമ്മൾ ബാക്കി അവിടെ ഇരുന്ന് കേൾക്കണം. അതിന്റെ ഒരു ആവശ്യവും ഇല്ല. ചോദിക്കത്തില്ല. എന്താ നീ കാണിച്ചത് ഉടായ്പാണെന്ന് നമുക്ക് മനസ്സിലായി. നീ റീച്ചിന് വേണ്ടിയിട്ടും കണ്ടന്റ് ഉണ്ടാക്കാനും പൈസ ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള പരിപാടിയായിട്ട് നീ ഇറങ്ങി. അത് നമ്മൾ അങ്ങ് മനസ്സിലായി. ഇത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അവർക്ക് കണ്ടന്റ് വേണം. പിന്നെ ഇത് പാടി നിന്നെ കൊണ്ടല്ലേ ഇവിടെ കണ്ടന്റ്. നമുക്കിവിടെ കണ്ടന്റ് ചാമമില്ലാതല്ലേ കിടക്കണം. ഇവിടെ ചെയ്യാൻ സമയമില്ല. അമ്മാതിരി കണ്ടന്റാണ് കിടക്കണം. അതിന്റെ ഇടയിൽ കൂടി തന്നെ നീ കണ്ടന്റ് നിന്നെയൊക്കെ പോലെയുള്ള എല്ലാ സാധനങ്ങളും ഉടായ്പ കാണിച്ചു കഴിഞ്ഞാൽ വലിച്ചീറി ഒട്ടിക്കുക തന്നെ ചെയ്യുക. അത് ഇനിയും അങ്ങനെ തന്നെ അല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കുന്നു. കണ്ടന്റ് ഇല്ലാതിരുന്ന സമയത്ത് പുതിയ കണ്ടന്റ് കിട്ടി, അതുകൊണ്ട് അവരത് ആഘോഷിക്കുന്നു. നിനക്ക് റീച്ച് ഇല്ലാതിരുന്ന സമയത്ത് ഒരു തേങ്ങയില്ല, നിന്റെ ചാനലിലും നിന്റെ ഇൻസ്റ്റയിലും ഒരു പട്ടിക്കുഞ്ഞു പോലും കാണാനില്ലാത്ത സമയത്ത് നീ മറ്റൊരു പാവം ഒരു നിരപരാധിയായ ഒരു വ്യക്തിയുടെ കുടുംബം അടക്കം തകർക്കുന്ന രീതിയിൽ നീ ഒരു വീഡിയോ എടുത്തിട്ട് ഉണ്ടാക്കി. നീയാണ് റീച്ചിന് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാക്കിയത്, അല്ലാണ്ട് നമ്മളല്ല. നമുക്ക് നിന്നെയൊക്കെ പോലെയുള്ള ഊള കണ്ടന്റ് ചെയ്ത് റീച്ച് ഒന്നും കിട്ടാനും പോകുന്നില്ല. നമുക്കിനിയിപ്പോൾ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് എല്ലാ കണ്ടന്റും റീച്ച് തന്നെയാണ്. അല്ല ഒറ്റയ്ക്കിരുന്ന് കാണാൻ വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്യുന്നത്. നമ്മളെല്ലാ റീച്ചിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എത്തിക്സ് ഉണ്ട്, നിലപാടുണ്ട്. തന്തയില്ലായ്മ കാണിക്കത്തില്ല. മനസ്സിലായ? സ്വന്തം തന്തയവരെ കണ്ടന്റ് ആക്കുന്ന നിന്നെയൊക്കെ പോലുള്ള സാധനങ്ങൾ നമുക്കിവിടെ പറഞ്ഞു തന്നാക്കാൻ പറ്റത്തില്ല. നമുക്കിട്ടുണ്ടാക്കണം. ഞാൻ ഇമാതിരി മറ്റേടുത്ത വർത്തമാനം കേൾക്കുമ്പോഴാണ് എനിക്ക് ചൊറിഞ്ഞു വന്നു കേട്ടാ. ഞാൻ ആദ്യം ആ വീഡിയോ കണ്ടെങ്കിൽ വിട്ട് പോട്ട് പോലെ എന്ത് തേങ്ങയിൽ പറഞ്ഞുകൊണ്ട് പോട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞ് വിട്ടപ്പോൾ അവൾ അടുത്ത മറ്റേടുത്ത കണ്ടന്റും കൊണ്ടുവന്നിരിക്കണം. അവൾ നമുക്കിട്ടുണ്ടാക്കാൻ വന്നിരിക്കുന്നു. പിന്നെ അല്ലാണ്ട് അത്രേ ഉള്ളൂ. പിന്നെ വേറെ കുറെ പേര് ആ വീഡിയോ കണ്ട് ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ റിയാക്ട് ചെയ്തില്ലെന്ന്. നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ ഇല്ലെന്ന്? നീ റിയാക്ട് ചെയ്ത്, നീ കീര വെച്ച് ചെയ്ത്, നീ എന്നാ റിയാക്റ്റാ ചെയ്തത്? ആ വ്യക്തി കുടുംബമുണ്ട് അതുകൊണ്ട് ഞാൻ ഫേസ് ബ്ലർ ചെയ്യുന്നു, നിങ്ങൾ ആരും ഒന്നും പറയില്ല. നീ കേസ് കൊടുത്താ?
പിന്നെ നീ എന്താണ് ഉദ്ദേശിച്ചത്? അയ്യോ എന്നിട്ട് കൈപൊക്കി വെച്ചു കൊടുത്ത് എന്നാ തട്ട് കേട്ടാ ഈ സെറ്റപ്പിൽ ഇരുന്നു കൊടുത്തിട്ട് നീ മറ്റേടത്ത് വർത്താനം പറയണ. നീ എന്തോന്ന് പ്രതികരിച്ചെന്നാണ് പറയുന്നത്? നീ ഒരു തേങ്ങയും പ്രതികരിച്ചിട്ടില്ല. സീരിയസ്ലി കേസ് കൊടുത്തിട്ടില്ല, ആ വ്യക്തിയുടെ ഫേസ് കാണിച്ചിട്ടില്ല. ഫേസ് കാണിച്ചിരുന്നെങ്കിൽ ആ വ്യക്തി ചെയ്തില്ലെന്നും കൂടിയുള്ള കാര്യം തെളിയുമ്പോൾ നീ പെട്ടാനാകെ മൊത്തം. പിന്നെ എനിക്ക് തോന്നുന്നു ആ വ്യക്തി ഇതുവരെ ഇതൊന്നും കണ്ടിട്ടില്ലായിരിക്കും. അദ്ദേഹം കുറച്ച് വയസ്സ് ഉള്ള വ്യക്തിയാണെന്ന് തോന്നുന്നത്. ഇപ്പം നിന്നെയൊക്കെ പോലെ ഇൻസ്റ്റയിൽ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന ടീംസ് ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അങ്ങേരെ ഒന്നും കണ്ടു കാണില്ല. എന്തായാലും വല്ലാത്തൊരവസ്ഥയാണ്. ഒരു വ്യക്തിയോട് ഇങ്ങനെ ചെയ്യില്ല. തന്തയില്ലായ്മ കാണിക്കരുത് കേട്ടാ. നിനക്കൊക്കെ റീച്ച് ഉണ്ടാക്കാനും കണ്ടന്റ് ഉണ്ടാക്കാനും സ്വന്തം തന്തയെ പിടിച്ച് അങ്ങനെയാണെങ്കിൽ വിറ്റ് ഇരുന്നുണ്ടാക്കി, വീട്ടുകാരും എല്ലാവരും കൂടി കുടുംബമായിട്ട് ചേർന്നിരുന്നുണ്ടാക്കി. അല്ലാണ്ട് പാവങ്ങളുടെ നെഞ്ചത്ത് കയറ്റല്ല കേട്ടാ. കണ്ടന്റ് ഉണ്ടാക്കിയിരിക്കുന്ന അവള് റീച്ചിന് വേണ്ടി നീയാ ഉണ്ടാക്കിയത്. നിന്റെ ഓഞ്ഞ ചാനലും നിന്റെ ഓഞ്ഞ ഇൻസ്റ്റാ പേജ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നീയാണ് പോക്കൃത്തനം കാണിച്ചത് കേട്ടാ. കൂടുതലൊന്നുമില്ല. ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ്സ് വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മളിനി അതിന്റെ അകത്ത് വന്നിരുന്ന് നീ ബസ് ഇരുന്ന് എന്തിനു ചെയ്തെന്ന് നമ്മൾ കാണണോ? നീ കാണിച്ച വീഡിയോയിലേ കണ്ടുള്ളൂ. ആ കാണിച്ച വീഡിയോയില് ആ വ്യക്തി ഒരു തേങ്ങയും ചെയ്തിട്ടില്ല. നീയാണ് കൈപൊക്കി വെച്ചിരിക്കുന്നത്. മനസ്സിലായ? നീയാണ് കൈപൊക്കി വെച്ചേക്കുന്നത്, അല്ലാണ്ട് ആ വ്യക്തിയല്ല. അത്രേ ഉള്ളൂ. ഞാൻ അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ആണോ ചേട്ടോ? കുറച്ചുകൂടി ചേർന്നിരിക്കും. ഇതാണോ നീ കൊടുത്ത റിപ്ലൈ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. അങ്ങനെയൊന്നും അല്ലല്ലേ. പിന്നെ മിണ്ടായിരുന്നു. നീ തള്ളാതാ. നീ ന്യായീകരിച്ച് മെഴുകാണ്ടിരിക്കും. ഒന്നുമില്ല ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിട്ട് വീട്ടിൽ പോയി കമ്മടന്ന് ഉറങ്ങും കേട്ടാ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട. എന്റെ പൊന്നുമോളെ, നീ മാസ്ക് വെച്ചോണ്ടിരിക്കട്ടാ. അതായത് നീ മാസ്ക് വെച്ചോണ്ടിരിക്കുമ്പോൾ കുഴപ്പമില്ല. നീ മാസ്ക് ഊരി കഴിഞ്ഞ് ഇനി ഇങ്ങനെ ഇതിന്റെ പേര് ചെയ്ത് കഴിഞ്ഞാൽ നീ ആരാണെന്ന് വരെ നാട്ടുകാർ നല്ലോണം അറിഞ്ഞ് നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. ഉള്ള കാര്യം പറയുക. നാറി നർത്തം കൊട്ടിയില്ലേ നീ, ഉളുപ്പില്ലാത്തവള്. കഷ്ടം. പിന്നെ വേറെ കുറെ പേര് ചോദിക്കുന്നുണ്ട്, അയാൾ മാന്യായിട്ടാണല്ലോ ഇരിക്കുന്നത്, അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അയാൾ പിന്നെ മാന്യനായിരുന്നു. എന്റെ കമന്റ് സെക്ഷനിലുള്ള കുറെ ആളുകളുണ്ടല്ലോ, അവരെ ഏറ്റവും വലിയ ക്രിമിനൽസ്. കമന്റ് സെക്ഷൻ അല്ല, നീയാണ് സ്വന്തം തന്തയെ വരെ വേണമെങ്കിൽ വിറ്റ് കണ്ടന്റ് ഉണ്ടാക്കുമെന്ന് തെളിയിച്ചവളാണ് നീ. മനസ്സിലായ? ഇങ്ങനത്തെ പോക്രിത്തനം കണ്ടന്റുകൾ ചെയ്യരുത്. വളരെ മാന്യമായിട്ട് മോളെ എന്ന് പറഞ്ഞാണ് ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്തത്. പക്ഷെ നിന്റെ ഇമാതിരി മറ്റേടത്തെ ന്യായീകരണം കൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും ഇട്ട് നീ താങ്ങിയില്ലേ? അപ്പൊ തന്നെ വിട്ട്. ഇനി എന്റെ പിരിവിട്ട്. ഇനി ഞാൻ മാന്യമായിട്ടൊന്നും സംസാരിക്കത്തില്ല. ഞാൻ മിക്ക സമയങ്ങളിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ പറയും അതിലെ കുറച്ച് മാന്യമായിട്ട് സംസാരിക്കുന്നു. നിങ്ങൾ തന്നെ പറ, ഇതിനെയൊക്കെ എന്ത് പറയണം, എന്ത് ചെയ്യണം? കണ്ടന്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങേര് കയറി പിടിച്ചെന്ന്, അങ്ങേര് തട്ടിയെന്ന്. പിന്നെ നിന്നെ കൊണ്ടത് പറയിപ്പിക്കരുത്. പേടിക്കേണ്ടത് അവരെയാണ്. നീ ഒരു കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് നിൽക്കട്ടെ. നമ്മൾ പേടിക്കേണ്ട അവരെയാണ്. ആരെ? കമന്റ് സെക്ഷനിലെ ആൾക്കാരെ അല്ല. നിന്നെയൊക്കെ പോലുള്ള സ്ത്രീകളെയാണ് പേടിക്കേണ്ടത്. കാരണം നാളെ എന്തിനും വേണ്ടിയിട്ട്, പണത്തിന് വേണ്ടിയിട്ടും റീച്ചിന് വേണ്ടിയിട്ടും പലതിനും വേണ്ടിയിട്ട് ഓരോ ആണുങ്ങളെ ജീവിതം കുട്ടിച്ചോറാക്കുന്ന തൊലയ്ക്കുന്ന നിന്നെയൊക്കെ പോലുള്ള സ്ത്രീകളെയാണ് നമ്മൾ പേടിക്കേണ്ടത്. കാരണം ജെന്യുവനായിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അങ്ങനെ ഉള്ള സ്ത്രീകൾക്ക് ഇതേപോലത്തെ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നാളെ അവർക്കത് തുറന്ന് സമൂഹത്തോട് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് നിന്നെയൊക്കെ പോലുള്ള സ്ത്രീകൾ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നിന്നെയൊക്കെ പോലുള്ള സ്ത്രീകളെയാണ് നമ്മൾ പേടിക്കേണ്ടത്. സ്ത്രീകൾക്ക് തന്നെ അപമാനമായിക്കൊണ്ട് നിന്നെയൊക്കെ പോലുള്ള സ്ത്രീകൾ കാണിക്കുന്ന ഈ ഒരു പേക്കൂത്തുകളെയാണ് നമ്മൾ പേടിക്കേണ്ടത്. നാളെ ഒരു പുരുഷനും ഒരു പേടിയുമില്ലാണ്ട് ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഒന്ന് തളർന്ന് വീഴാൻ പോയാൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു സ്ത്രീയുടെ അടുത്ത്. ആ അവസ്ഥയിൽ നിന്നെയൊക്കെ പോലുള്ളവർ എത്തിച്ചു. പേടിയാ ഇപ്പൊ പുരുഷന്മാർക്ക്. നാളെ ഞാൻ ബസ്സിൽ കയറിയില്ല എനിക്ക് പേടി, ദൈവമേ ഞാനും കണ്ടന്റ് ആവുമോ, എന്റെ കരിയർ തൊലയോന്ന് വരാൻ പേടിയാ. ആ പേടിയാ സത്യം. പുച്ഛം തോന്നുന്നു നിന്നെയൊക്കെ പോലുള്ള സ്ത്രീകൾക്ക് തന്നെ അപമാനമാകുമ്പോൾ പുച്ഛം മാത്രം. നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ നാളെ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു എന്ന് പറയുന്നു. നില്ലേ, നമ്മുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ നാളെ ഇതുപോലത്തെ സിറ്റുവേഷൻ ഉണ്ടായാൽ അവർ മാന്യമായിട്ട് നമ്മളടുത്ത് വന്ന് പറയും. അല്ലെങ്കിൽ അതിന്റെ തെളിവുണ്ടെങ്കിൽ അത് അവർ ആ രീതിയിൽ പ്രസന്റ് ചെയ്യും. അല്ലാണ്ട് നമ്മുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഉണ്ടാവാത്ത ഒരു ഇൻസിഡന്റ് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് അവരെന്തായാലും വീഡിയോ പ്രദർശിപ്പിക്കാൻ പോകുന്നില്ല കേട്ടാ പുന്നാരമോളെ. ഇതുപോലെ കണ്ടന്റിന് വേണ്ടിയിട്ട് നാളെ നമ്മുടെ അമ്മയോ പെങ്ങളോ ഭാര്യ ഇങ്ങനത്തെ പരിപാടി ചെയ്യത്തില്ല. ആ ഉറപ്പുണ്ട് കേട്ടാ. നിങ്ങൾ ആദ്യം തെളിവ് ചോദിക്കൂ, അതോ അവരൊന്നും പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്റെ പഴമിരിങ്ങി ഇരുന്നേന്ന് ചോദിക്കൂ. നമ്മളെ പഴമിരിങ്ങി ഇരുന്നെന്ന് ചോദിക്കൂല. നമുക്കറിയാം നമ്മുടെ ഭാര്യ അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. നിന്നെ പോലെ കണ്ടന്റിന് വേണ്ടിയിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തോന്നിവാസ പരിപാടി നമ്മുടെ അമ്മയും പെങ്ങളും കാണിക്കത്തില്ല. മനസ്സിലായേ?
അവർക്കൊന്നും ഇതല്ല പരിപാടി. ബസ്സിൽ കയറിയിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കലല്ല അവരുടെ പരിപാടി. ഒരു ആണ് അടുത്ത് വന്നിരുന്ന് മാന്യമായിട്ടിരുന്നപ്പോൾ അതിനെ പിടിച്ചു വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയ മോളാണ് നീ സ്ത്രീകൾക്കടക്കം അപമാനമാണ്. വന്നിട്ട് ന്യായീകരിച്ച് മെഴുകണം ഉളുപ്പില്ലാത്തവളെ. നിങ്ങൾ അതായിരിക്കും ചോദിക്കാൻ പോകുന്നത്. ഇത് കാണുന്ന എന്റെ അനിയത്തി ഇത് കാണുന്ന അനിയത്തിമാർ എന്തിനു പറ എനിക്കൊരു കാര്യം പറയാനുള്ളൂ. നിങ്ങളും എന്നെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒട്ടും സേഫ് അല്ല. നിങ്ങൾക്ക് പറ്റുന്ന സേഫ് അല്ല. നിന്നെയൊക്കെ പോലുള്ള പെണ്ണുങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരാണുങ്ങൾ ഇവിടെ സേഫ് അല്ല. മനസ്സിലായ? ആണുങ്ങളാണ് ഇപ്പം ഭീഷണിയിലോട്ടും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിന്നെയൊക്കെ പോലെയുള്ളത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതൊരു മനുഷ്യന്റെ ജീവിതം തുലയ്ക്കുമെന്നുള്ളൊരു കാര്യം ഉറപ്പായി. അതുകൊണ്ട് നാളെ മുതൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആണുങ്ങളടുത്താണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തന്നെ സംരക്ഷിക്കൂ. നിങ്ങൾക്കൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ സംരക്ഷിക്കൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ പോരാടൂ. എനിക്കൊന്നും പറയാനില്ല. സ്ത്രീകളടുത്ത് പോയി ഇരിക്കാതിരിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഏതൊക്കെ സ്ത്രീകൾ എപ്പോഴൊക്കെ ഇങ്ങനെ പ്രതികരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാ സ്ത്രീകളും അങ്ങനെ ആണെന്നല്ല പറയുന്നത്, പക്ഷെ പറയാൻ പറ്റത്തില്ല. ഇതുപോലെ കണ്ടന്റും റീച്ചിനും വേണ്ടിയിട്ട് നടക്കുന്ന ഓരോ കോപ്പുകൾ ഉണ്ടെങ്കിൽ നാളെ എടുത്തു വെച്ച് കണ്ടന്റ് ആക്കും. അതുകൊണ്ട് നിങ്ങൾ തന്നെ സംരക്ഷിക്കൂ. കൂടുതലൊന്നും പറയാനില്ല. അവരവരെ കാപ്പാത്തുക്കോ. ഉണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുത്തോ ജോലിക്കായിട്ടോ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കും. എന്റെ പൊന്നുമോളെ, നീ ആരും ഇങ്ങോട്ട് ഓട്ടിക്കാൻ നിൽക്കണ്ട. നിന്നെയൊക്കെ പോലുള്ളത് കണ്ടന്റ് ഉണ്ടാക്കുന്ന പരിപാടി അങ്ങോട്ട് വച്ച് നിർത്തിയിട്ട് സ്വന്തം കാര്യങ്ങൾ നോക്ക്. മറ്റൊരു മനുഷ്യന്റെ ജീവിതം വെച്ച് തൊലച്ച് കളിച്ചിട്ടല്ല നീ കണ്ടന്റ് ഉണ്ടാക്കേണ്ടത്. മനസ്സിലായ? വന്നിട്ട് ഉളുപ്പില്ല വന്നിട്ട് ന്യായീകരിക്കണ ഉളുപ്പില്ലാത്ത സാധനങ്ങളെ. നിങ്ങൾക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാകത്തില്ല. അതിന്റെ ജെനുവിനായിട്ടുള്ള റീസൺ ആണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കും. മനസ്സിലായ? സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ സപ്പോർട്ട് കൊടുക്കും. പക്ഷെ നിന്നെയൊക്കെ പോലുള്ള റീച്ചിന് വേണ്ടിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉടായ്പകൾ കാണിക്കുന്ന മനുഷ്യന്മാരെ സപ്പോർട്ട് ചെയ്യത്തില്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്ത ചരിത്രവും നമുക്കില്ല. കേട്ടാ മോളെ? ഏറ്റവും വലിയ എക്സാമ്പിൾ എന്റെ കമന്റ് ബോക്സ്. നിന്റെ കമന്റ് ബോക്സിനല്ല കുഴപ്പം, നിനക്കാണ് കുഴപ്പം. നീ ഒരു മനുഷ്യന്റെ ജീവിതം വെച്ച് കളിച്ചുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കി നിനക്ക് റീച്ച് ഉണ്ടാക്കാൻ നോക്കിയതാണ് പ്രശ്നം. മനസ്സിലായോ? കൂടുതലൊന്നും വരവേണ്ട നീ. ഇത് പോരാഞ്ഞിട്ട് ഇത് ഏറി കയറി വീണ്ടും പോയപ്പം അടുത്ത ന്യായീകരണമായിട്ട് വന്ന് ന്യായീകരിച്ച് മെഴുകുകയാണ്. എങ്ങനെയെങ്കിലും നീയാണ് ശരിയെന്ന് നിനക്ക് കാണിക്കണം. അതെനിക്ക് മനസ്സിലായി. പറ. ഹായ്, ഞാൻ അപ്സ കേറജി. നിങ്ങൾക്ക് അറിയായിരിക്കും. നല്ലോണം അറിയാം. അതുപോലെ കുറെ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വേറെ ഏതോ വീഡിയോസിന്റെ വേറെ ആരോ റിയാക്ട് ചെയ്ത വീഡിയോയുടെ താഴെയാണ് കൊല്ലംകാരെല്ലാം ഇങ്ങനെ തന്നെ. ഇവിടെ കൊല്ലംകാരെല്ലാവരും അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഇതുപോലുള്ള സാധനങ്ങൾ ഉടലെടുത്തിട്ടാണ് കൊല്ലംകാർക്ക് മൊത്തം അപമാനമാകുന്നത്. ഉള്ള കാര്യം കേട്ടോ. ആ കമന്റ് എനിക്കൊന്ന് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ പറയണം തോന്നി. ഞാനും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയത് എന്റെ വീട്ടിലോട്ട് അരിമേടിക്കാൻ തന്നെയാ. നിന്റെ വീട്ടിലോട്ട് അരിമേടിക്കണമെങ്കിൽ സത്യസന്ധമായ കണ്ടന്റ് ഒറിജിനൽ കണ്ടന്റും ഒക്കെ ചെയ്യും. അല്ലാണ്ട് മറ്റുള്ളവരുത്തന്റെ കുടുംബത്തിന്റെ അകത്ത് കയറിയിട്ട് ഇല്ലാത്ത കണ്ടന്റ് ഉണ്ടാക്കി തന്തയില്ലായ്മ കാണിച്ചിട്ടല്ല നിന്റെ വീട്ടിലോട്ട് അരിമേടിക്കേണ്ടത്. കേട്ടാ? എനിക്ക് ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നിഗമനം കിട്ടത്തില്ല. നിന്നെയൊക്കെ പോലുള്ള ഓരോ സ്ത്രീകൾ കാണാണ് ബാക്കിയുള്ള സ്ത്രീകൾ അടക്കം ഇവിടെ ഇങ്ങനെ കിടന്ന് നരയിക്കേണ്ട ഒരു ഗതികേട് വരുന്നത്. എന്നും പറഞ്ഞ് ആ വീഡിയോ ഫേക്കാന്ന് നിങ്ങൾ പറഞ്ഞല്ലേ, അതത്ര ശരിയായിട്ടില്ല. നീ പിന്നെ ഏത് വീഡിയോന്റെ കാര്യമാണ് പയ്യന് മലേ? ഇങ്ങനെ ഓരോന്നൊക്കെ വരുന്നുണ്ടല്ലോ കുറ്റിയും പറിച്ചോണ്ട്. പിന്നെ പുരുഷ സംഘത്തിന്റെ മുതലാളി എന്റെ തലയ്ക്ക് 10,000 വില ഇട്ടിട്ടുണ്ട്. ഞാൻ അഡ്രസ് പറഞ്ഞു തരാം, ആ പൈസ ഇങ്ങോട്ട് വന്നേക്ക്. നിനക്ക് ഒരു പണി തരുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം ഇവിടെ പുരുഷന്മാര് ഇല്ലാത്ത കേസിൽ കുടിക്ക് ജീവിതം തുലയ്ക്കുന്ന ഒരു പ്രവണത വർഷങ്ങൾ കൊണ്ട് നടന്നു വരുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ കള്ളന്മാരെ പിടിക്കുകയില്ല. ആ ഒരു സെറ്റപ്പാണ്. അതുകൊണ്ട് നിന്നെയൊക്കെ പോലുള്ള ഉടായ്പകൾ വന്നിട്ട് കള്ള പരാതികളും കള്ള പ്രചാരണങ്ങളും നടത്തി ഓരോ പുരുഷന്മാരുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുമ്പോൾ നിന്നെയൊക്കെ ഒരു തുറങ്കിലടക്കുന്ന സെറ്റപ്പ് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. ഒരു കാര്യം ചെയ്യും, ഞാനൊരു 20,000 രൂപ അങ്ങോട്ട് തരാം. മോളെ നല്ല പൈസയാണല്ലേ തോന്നി. അല്ലെങ്കിൽ പൈസയുടെ കുന്തളിപ്പ് കാണാം. എന്റെ ഉണ്ടായിട്ടൊന്നുമല്ല, ഞാൻ വല്ല പണയം വെച്ച് തരാം. അപ്പൊ പൈസ ഇല്ല. പൈസ ഇല്ലാത്തതുകൊണ്ടാണ് മോള് പൈസ ഉണ്ടാക്കാനുള്ള വഴി ആലോചിച്ചിറങ്ങിയത്. മനസ്സിലായി. അതിന് വേണ്ടിയിട്ടാണ് ഒരു ചേട്ടനെ അങ്ങോട്ട് ഏറി കയറ്റി മോൾ അങ്ങ് റീച്ച് ഉണ്ടാക്കി രക്ഷപ്പെടാന്ന് വിചാരിച്ചു. പക്ഷെ നാട്ടുകാരെല്ലാം കൂടി നിന്നെ ഏറി കയറ്റി. മുഞ്ചിയില്ലേ? ഇതാണ് പറഞ്ഞത്. മുഞ്ചിയേ. ഞാൻ മാനം കെടുത്തി എന്ന് പറയുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, അയാളെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ. ഇപ്പൊ അങ്ങനെയായ? എടി, നീയാണ് കേസ് കൊടുക്കേണ്ടത്. നിന്നെയാണ് അങ്ങേര് കയറി മുട്ടി എന്ന് പറഞ്ഞതും കൊണ്ട് നീ വീഡിയോ ഇട്ട് പ്രചരിപ്പിച്ചത്. നീയാണ് കേസ് കൊടുക്കേണ്ടത്. മനസ്സിലായ? നീ കൊടുത്തിട്ടില്ല. നീ എന്തുകൊണ്ട് കൊടുത്തില്ല?
അപ്പൊ നീ പറയും അയ്യോ എനിക്ക് എങ്ങനെ കേസ് കൊടുക്കണമെന്ന് അറിയില്ലെന്ന്. അങ്ങനെയൊന്നും നീ ഇനിയിപ്പോ കൂടുതലൊന്നും പഠിക്കേണ്ട കാര്യമില്ല. നിനക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞ് നീ ഏതെങ്കിലും നിന്റെ സർക്കിളുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താൽ മതി. ഇതിന് ഇനിയിപ്പോ LLB ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ പൊന്നു മോളെ തള്ളി മറിക്കുമ്പോ മയത്തി തള്ളു. ഇപ്പൊ അങ്ങേര് കേസ് കൊടുക്കാനായല്ലേ? അങ്ങേര് ഞാൻ ഡിഫെയിം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേര് കേസ് കൊടുക്കണമെന്നായി. കൊള്ളാം മോളെ, നീ കൊള്ളാം. നീ നല്ല ഒന്നാം തരം പഠിച്ച കളിയാ. നിങ്ങൾ തലങ്ങും വിലങ്ങും വീഡിയോ ഇട്ട് നോക്കിയല്ലോ ആളിനെ കണ്ടുപിടിക്കാനായിട്ട്. ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? ഞാൻ തന്നെ ഒരു 80 ലക്ഷം ആൾക്കാരെ കാണിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞല്ലോ ഫേസ് ബ്ലർ ആക്കിയാലും റിലേറ്റീവ്സിനും കൂട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാ ആളിനെ മനസ്സിലാവുന്നു. പിന്നെ മനസ്സിലാവത്തില്ലേ? ഫേസ് ബ്ലർ ആക്കി കഴിഞ്ഞാൽ അവരുടെ കുടുംബക്കാർക്ക് മനസ്സിലാവത്തില്ലേ? പിന്നെ അവര് രംഗത്ത് വരത്തില്ല. രംഗത്ത് വന്നു കഴിഞ്ഞാൽ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ബുദ്ധിയില്ലാത്ത വിവരമില്ലാത്ത നിന്റെ ടീംസ് ഉണ്ട്. അവരുടെയൊക്കെ മുന്നിൽ ഇങ്ങേര് കള്ളാനെന്ന് പറഞ്ഞ് വീണ്ടും ഇതാക്കപ്പെടും. അതുകൊണ്ട് രംഗത്ത് വരാൻ മടിക്കും. പിന്നെ അവർക്ക് ഇത്രയും സപ്പോർട്ടുള്ള കാര്യം ചിലപ്പോൾ അവർ അറിഞ്ഞെന്ന് വരില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാധാരണക്കാരനായിരിക്കും ഈ പറയുന്ന പോലെ കീപാഡ് ഫോണോ ഒക്കെ വെച്ച് ഉപയോഗിച്ച് നടക്കുന്ന ഏതെങ്കിലും സാധാരണ അന്നൊന്ന് അന്നത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ കുടുംബത്തിലുള്ള ഏതെങ്കിലും ആളായിരിക്കും. അങ്ങേര് ഇങ്ങനെ ഏറിപ്പോയത് അങ്ങേര് അറിഞ്ഞു കാണൂല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാ. അതുകൊണ്ട് എന്റെ പൊന്നുമോളെ, നീ ആ വ്യക്തിയുടെ ഫേസ് ബ്ലറാക്കിയിട്ടില്ലേ, ആ വീഡിയോ അങ്ങോട്ട് മാറ്റിയിട്ട് നീ ബ്ലർ അല്ലാത്ത സാധനം വെച്ച് അങ്ങോട്ട് ഇട്ട് എന്നിട്ട് നിന്നെ തൂക്കണം. അങ്ങനെ നിന്നെ തൂക്കിയേ പറ്റത്തുള്ളൂ. നീ ആ വ്യക്തിയുടെ ഫേസ് കാണിച്ച് അങ്ങോട്ട് വീഡിയോ ഇട്. അതോടെ നിന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. നിന്റെ കാര്യത്തിൽ തീരുമാനം ആക്കും. മനസ്സിലായ മോളെ? നീ ഈ നാറെ പരിപാടി കാണിക്കുന്നില്ലേ, നിന്റെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ടേ പോകുന്നുള്ളൂ. ഞാൻ കുടുംബം തകർത്തെന്ന് വീഡിയോ ഇട്ടിട്ട് ഇത്രയും ദിവസമായില്ലേ, എന്നിട്ടും അയാൾ എന്താ പുറത്തു വരാത്തെ? എന്റെ പുന്നാര മോളെ, നീ ഇപ്പൊ ഇങ്ങനെ ആക്കി അതിനെ നേരെ വളച്ചൊടിച്ച് തിരിച്ചടിച്ചില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇവളുടെ സൈഡ് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇവളെ എന്ത് മറ്റേടത്ത് തന്തയില്ലാത്ത വർത്തമാനം പറയും. ആ രീതിയാണ് ഇപ്പം. ഇത്രയും ദിവസമായി അങ്ങേര് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങേര് എന്തുകൊണ്ട് രംഗത്ത് വന്നില്ലെന്ന്. ഏതെങ്കിലും പാവപ്പെട്ട കീപാഡ് ഫോൺ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നീ എങ്ങനെ അങ്ങേര് രംഗത്ത് വരും? അങ്ങനെ അറിയൂ ഈ കേസ്? ഇല്ല. എന്റെ വായിൽ പച്ച തെറിയാണ് വരുന്ന കേട്ടാ. പച്ചത്തെറി. നീ കൈയും പൊക്കി വെച്ചു കൊടുത്ത് ഇരുന്നത് കണ്ടതാണ് നമ്മള്. മനസ്സിലായ? എന്നിട്ട് നീ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അങ്ങേര് നിന്നെ ചേർത്ത് ഒതുക്കി കളഞ്ഞെന്നല്ലേ, നിന്നെ ഞെരുക്കി കളഞ്ഞെന്നല്ലേ. കൈയും വിശാലമായിട്ട് പൊക്കി വെച്ചോണ്ടിരിക്കുകയാണ്, എന്നിട്ട് ഞെരിക്കിയെന്ന് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്. നാട്ടുകാർക്ക് അപമാനമായിട്ട്. അയാൾക്കറിയാം അയാൾ ചെയ്തത് പൊക്കത്തിലാണ്. നിങ്ങൾ എന്നെ പിഴയെന്ന് വിളിച്ചല്ലേ? ഒരു കാര്യം ആലോചിച്ച് നോക്ക്. നാളെ എന്നെ പോലെ ഒരുത്തി റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പരിചയക്കാരെയും ഇതുപോലെ എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചോ, അവര് നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അവര് കേസ് നില്ല്. നാളെ എന്നെ പോലെ ഒരുത്തി റീച്ചിന് വേണ്ടിയിട്ട്, അപ്പൊ നീ തന്നെ അവിടെ സമ്മതിച്ചു റീച്ചിന് വേണ്ടിയിട്ടാണെന്ന്. എക്സ്പോസ്ഡ്. നിന്റെ വായിന്ന് എന്റെ സത്യം വീഴുന്നു റീച്ചിന് വേണ്ടിയിട്ടാണെന്ന്. നാളെ എന്നെ പോലെ ഒരുത്തി റീച്ചിന് വേണ്ടിയിട്ട് വീഴുന്നു. തീർന്നു. ഇത്രേ ഉള്ളൂ. ക്ലിയർ ആയില്ല എല്ലാവർക്കും? അത്രേ ഉള്ളൂ. പോകുവോ ഇല്ലയോ ആലോചിച്ച് നോക്ക്. നീ ഇനി പറഞ്ഞിട്ട് നമുക്ക് ആലോചിക്കേണ്ട ഗതികേടില്ല കേട്ടാ. നിന്നെ കുറിച്ച് ആലോചിച്ച് മതി. തികഞ്ഞു. നിന്നെയൊക്കെ പോലുള്ള ഓരോന്നാണ് സ്ത്രീകൾക്ക് അപമാനം, പൂക്കികൾ. അയാൾ എന്തായിരിക്കും പുറത്തു വരാത്തത്? റിയാക്ഷൻ വീഡിയോ ഇട്ട് ഇൻസ്റ്റാഗ്രാം ഗുരുക്കളോട് എനിക്ക് ഡിഫമേഷൻ കേസ് തയ്യാറായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോ. അല്ലാണ്ട് നമ്മളടുത്തല്ല ചോദിക്കണ്ട. ബാക്കി ഇപ്പൊ കേൾക്കുമ്പോഴെങ്കിൽ അടുത്ത് ചൊറിഞ്ഞു വന്നത്. എനിക്ക് പക്ഷെ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എന്റെ കയ്യിൽ പൈസയുമില്ല. റേഷൻ കടയിൽ പോ. റേഷൻ കടയിൽ പോയിട്ട് അപേക്ഷ കൊടു കേട്ടാ, എങ്ങനെ ചെയ്യണമെന്ന്. പിന്നെ നിന്റെ പൈസ ഇല്ലെന്ന്. പിന്നെ കുറച്ചു നേരത്തെ നീ 20,000 രൂപ പണയം വെച്ച് നീ ഉണ്ടാക്കാന്ന് പറഞ്ഞല്ലോ മറ്റേ മെൻസ് കമ്മീഷന്റെ കേസിൽ. നീ തൊട്ടു മുമ്പല്ലേ പറഞ്ഞോ നീ പണയം വെച്ച് 20,000 രൂപ കൊടുക്കാന്ന്. അവർ 10,000 രൂപ വാഗ്ദാനം നൽകിയപ്പോ 20,000 രൂപ നീ കൊടുക്കാന്ന്. ഇപ്പൊ നീ പറയണത് നിന്റെ പൈസ ഇല്ലെന്ന്. പിന്നെ നീ ഇരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് നിന്റെ വീടായിരിക്കാനാണ് എന്ന് തോന്നുന്നു. മേ ബി അത്യാവശ്യം സെറ്റപ്പുള്ള സ്ഥലമാണ്. എന്നിട്ട് നിനക്ക് പൈസ ഇല്ലേ? എന്റെ പുന്നാന മോളെ, നാട്ടുകാരെ പറ്റിക്കുന്ന പോലെ നമ്മളെ പറ്റിക്കാൻ നിൽക്കില്ല കേട്ടാ. അയ്യോ, അവളെ പൈസ ഇല്ലെന്ന്. ഇപ്പം ആദ്യം 20,000 രൂപ ഇറക്കാന്നായി പണയം വെക്കാമെന്ന്. ഇപ്പം പൈസ ഇല്ലെന്ന്. പിന്നെ ഒരു കേസ് നിന്റെ സർക്കിളിലുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്താൽ മതി. വേറെ ഒന്നും വേണ്ട. അവിടെ കൊണ്ട് കൊടുത്താൽ മതി. പ്രശ്നം സോൾവാ. അല്ലാണ്ട് നിന്റെ മാറ്റെടുത്ത വർത്താനം പറഞ്ഞ നാട്ടുകാരെ വീണ്ടും പൊട്ടം തട്ടിക്കാനാ. നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാഗ്രാം യൂണിവേഴ്സിറ്റിയിലെ വലിയ വലിയ ആൾക്കാരില്ലേ, പറ്റൂന്നുണ്ടെങ്കിൽ റിയൽ വേൾഡിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഇത് കാണുന്ന ഏതെങ്കിലും ലോയേഴ്സോ അല്ലെങ്കിൽ നിയമ നടപടിയിൽ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കംപ്ലൈന്റ് ചെയ്യാം. നീ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ഒരു തേങ്ങയും ചെയ്യണ്ട. നീ ചെയ്തെടുത്തോളം നമ്മൾ കണ്ട് ചെയ്തെടുത്തോളം നമുക്ക് മതി. തികഞ്ഞ്. ഇനി നിന്റെ പുതിയ ചെയ്യലൊന്നും വേണ്ട. ഇനി ഈ കേസ് കൊടുക്കാനും ഡിഫമേഷൻ കൊടുക്കാനും നിന്റെ പൈസ ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല.
പോലീസ് സ്റ്റേഷനിൽ പോടി. പിന്നെ പോലീസ് സ്റ്റേഷനാണ് ഹീരോത്ത് ഉണ്ടാക്കാനോ വെച്ചിരിക്കുന്നത്? ഉടായ്പകളും കാണിച്ചിട്ട് ഇരുന്ന് ന്യായീകരിക്കണം. ഓ പിന്നെ ഇത് കാണുമ്പോൾ സഹതാപം തോന്നി ഇനി കുറെ ഫണ്ട് ഒപ്പിക്കാനായിരിക്കും. അടുത്ത് ഗൂഗിൾ പേ സ്കാനറും കൂടി കൊടു, ആൾക്കാർ ഫണ്ടിട്ടിരുന്നു നിനക്ക് കേസ് കിടത്താനായിട്ട്. പോരി ചുമ്മാ തള്ളി പറയാതെ. കുറച്ച് കമന്റ്സ് ഒന്ന് ഞാൻ വായിക്കാം. അപ്പനെ വെച്ചൊരു വീഡിയോ ചെയ്യ്, കൂടുതൽ റീച്ച് ഉണ്ടാവും. 16,300 ലൈക്കാണ്. സത്യം. അപ്പനെ വെച്ചും അപ്പൻ്റെ അപ്പനെയൊക്കെ വെച്ച് വീഡിയോ ചെയ്യും, കുറെ കൂടി റീച്ച് കിട്ടും. ഒരു കമന്റ് കൂടി വായിക്കാം കേട്ടോ. റിസർവ്ഡ് അല്ലാത്ത കോമൺ സീറ്റ് ആണെങ്കിൽ ആളുകൾ വന്നിരിക്കും. പിന്നെ ഒരു ബസ്സിന്റെ സീറ്റിന് എത്രമാത്രം സ്പേസ് ഉണ്ടാകുമെന്ന് അറിയാവുന്നവരാണ് ഇവിടെയുള്ളവർ. അടുത്തിരിക്കുന്ന ആൾക്ക് അകന്നിരിക്കാൻ മാത്രം സ്പേസ് ഉണ്ടാകില്ല. ഈ വീഡിയോയിൽ ആ വ്യക്തി അനാവശ്യമായി ഒന്നും ചെയ്തതായി തോന്നിയിട്ടില്ല. കുട്ടിക്ക് അൺകംഫർട്ടബിൾ ആയി തോന്നിയെങ്കിൽ മാറിയിരിക്കാമായിരുന്നല്ലോ. റീച്ച് ഉണ്ടാക്കാൻ വെറുതെ വഴിയിൽ കൂടി പോകുന്നവരുടെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാൻ നിൽക്കരുത്. കണ്ടല്ലോ പുന്നാര മോളെ, അത് കമന്റ് ചെയ്യുന്ന ഒരു പെണ്ണ, നിന്നെ പോലെ ഒരു പെൺകുട്ടിയാ കേട്ടാ. അവളെ ഒടുക്കത്തെ റീച്ച്. ഒന്നുമില്ലേലും വൈറലായല്ലോ, ഇനി എന്തോ വേണം. അതെ, ഇപ്പം കേരളം മൊത്തം കത്തി, ആ രീതിയിൽ വൈറലായി. സൂപ്പർ. അയാൾ നിന്നെ തോണ്ടാനാണ് നീ ആഗ്രഹിച്ചതെന്നല്ലേ നിനക്ക് വൈറലാവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നേരത്തെ വീഡിയോ ഓണാക്കി വെച്ചു, വെയിറ്റിംഗ് ആക്കി നിന്നു. പക്ഷെ അയാൾ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല. ഇതാണ് സത്യം. അയാൾ വേറെ എവിടെ നോക്കിക്കൊണ്ടിരുന്നു, ഇവിടെ ഫോണിൽ പോലും നോക്കിയില്ല, വേറെ എവിടെയോ നോക്കിക്കൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നതാണ്. ഇതൊരു പുതിയ ട്രെൻഡാക്കി മാറ്റി. അതെ, ഇപ്പം പുതിയ ട്രെൻഡാണിത്. ഇനി ഈ ബസ്സിൽ ഇനി ദൈവമേ എന്തൊക്കെ നടക്കണമെന്നോ കാലം. അതങ്ങനെ ഒരു ഹച്ചി മോള് കേട്ടല്ല. 5 കുട്ടികൾ തന്തയ്ക്കുള്ളി ഓടി വല്ല പണിക്കും പോടി, എങ്കിലും എഴുന്നേറ്റ് നിൽക്ക്, ചേട്ടൻ സൗകര്യമായിട്ട് ഇരിക്കട്ടെ. അതെ, മസ്താനി ആവാൻ നോക്കി ഊഫസ്തിക്കാൻ മായല്ലോ മലരെ. അതിജീവിത ആ മാസ്ക് ഒന്ന് മാറ്റുവോ? നീ ഉള്ള ബസ്സിൽ കയറാതിരിക്കാനാ വൈറലാവാൻ നോക്കി അവസാനം കയറില്ല. അതെ, ഇനി ഇവളുള്ള ബസ്സിൽ ഒരു മനുഷ്യന്മാരും കയറില്ല കേട്ടാ. എങ്കിൽ നിങ്ങളുടെ ഉടുതുണി വരെ ഊരിക്കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ടാവും. ഏറിപ്പോവാം. ഇവളല്ലെങ്കിൽ അത് കണ്ടുണ്ടാക്കും. എന്തായാലും ഇവളുള്ള ബസ് സെപ്പറേറ്റ് ഇവളെ മാത്രം കയറ്റി വിടുക, അല്ലെങ്കിൽ തീർന്നു. നാളെ പെണ്ണുങ്ങളും പോയിരിക്കില്ലേ, ലബനീസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെയും പിടിച്ച് കയറ്റി വിടുക ഇവളെ എയറിൽ. അതാണ് ഇവളുടെ ഒരു ടാസ്ക്. അയ്യോ എൻ്റെ ഡിങ്കടുങ്ങിടുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കും. ദൈവമേ എന്തൊക്കെ കാണണം. നാളെ ഞാനൊക്കെ ബസ് യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും പെണ്ണിൻ്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ തീർന്ന്. ഈ ഒരു മൈൻഡ് എൻ്റെ മൈൻഡിൽ വരത്തുള്ളൂ. എന്ന് വെച്ചാൽ എല്ലാ പെണ്ണുങ്ങളും ഇവളെ പോലെ ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്കൊരു പേടിയാണ്. എന്തായാലും കൊള്ളാടെ. നാളെ ജെന്യൂനായിട്ട് ഒരു പെണ്ണിന് ഈ അനുഭവം ഉണ്ടായാൽ കൂടി നമ്മൾ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും, ഒന്ന് അറയ്ക്കും. ഇവൾ പറയുന്ന ഉടായ്പായിരിക്കുമോ എന്ന് ചിന്തിക്കും. അതാണ് അവസ്ഥ, വല്ലാത്ത അവസ്ഥ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ വേണ്ടി പുതിയൊരു വീഡിയോ ഇടണം. ബൈ.